ഹായ്. നമ്മൾ ഒരു പ്രായമെത്തിയ ആൾക്കാരെ അവൻ ശരിയില്ല, അവൻ്റെ സ്വഭാവം ശരിയില്ല, അവൻ ഏത് സമയം ദേഷ്യം, അല്ലെങ്കിൽ അവൻ ഏത് സമയം ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടിരിക്കുക, ആരടുത്ത് സംസാരിക്കില്ല, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പ്രസീവാണ്, എന്ത് കാര്യം ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് അല്ലെങ്കിൽ നന്നായി റിയാക്ട് ചെയ്യും, അങ്ങനെയൊക്കെ പറയുന്ന വ്യക്തികളെ ആ ഒരു ടൈം കൊണ്ട് മാത്രമല്ല അവരങ്ങനെ ആവുന്നത്. അവർക്ക് ചൈൽഡ്ഹുഡ് മുതൽ അവർ ജനിച്ചപ്പോൾ മുതൽ അവർ കണ്ടുവരുന്ന അവരുടെ പരിസരവും അവരുടെ ഫാമിലി അറ്റ്മോസ്ഫിയറും അങ്ങനെ എല്ലാ സാഹചര്യവും അവർ മനസ്സിലാക്കിയിട്ടാണ്, അതിനനുസരിച്ചിട്ടാണ് അവർ പിന്നീട് ഫ്യൂച്ചറിൽ റിയാക്ട് ചെയ്യുന്നത്. എന്തൊരു കാര്യത്തിനും അവർ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഏതൊരു തരത്തിലും അവർ റിയാക്ട് ചെയ്യുന്നത് ആ ഒരു പഴയ അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ശീലം അങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഈ പണ്ടുള്ള പഴഞ്ചൊല്ലുണ്ട്, ചൊട്ടയിലെ ശീലം ചുടല വരെയത്. അതുപോലെയാണ് നോർമലായിട്ട് എല്ലാ ആൾക്കാരും. കാരണം ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് പാരൻസ് നന്നായി സ്നേഹിച്ച്, മക്കളെ സ്നേഹിച്ച്, അവരെ അത്യാവശ്യം നല്ല രീതിക്ക് കെയർ ചെയ്ത് അങ്ങനെ വളരുന്ന ഒരു കുട്ടിയും, അതേപോലെ തന്നെ പാരൻസ് വഴക്കുണ്ടാക്കി പിന്നെ മക്കളെയും അടിച്ച് ഒരുപാട് സ്ട്രിക്റ്റായിട്ട് അല്ലെങ്കിൽ അബ്യൂസീവ് വേർഡ്സൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ കണ്ടു വളരുന്ന ഒരു കുട്ടിയും, രണ്ട് കുട്ടികളും രണ്ട് തരത്തിലായിരിക്കും ഒരു പ്രായം എത്തുന്ന സമയത്ത് അവർ ഈ ഒരു നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള നല്ല മീൻസ് കാമായിട്ടുള്ള പാരൻസ്, നല്ല ലവബിളായിട്ടുള്ള പാരൻസിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരും ഫ്യൂച്ചറിൽ ഒരു നല്ല സ്വഭാവം എന്നല്ല, ഇപ്പോൾ ഒരു നല്ലൊരു വ്യക്തിത്വമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അവരെന്തൊരു കാര്യം ചിന്തിച്ചിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. പക്ഷേ ഈ അബ്യൂസീവ് പാരൻസ് അല്ലെങ്കിൽ ഈ ടോക്സിക് പാരൻസിൻ്റെ മക്കളെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഓട്ടോമാറ്റിക്കലി ആദ്യം റിയാക്ട് ചെയ്യും, അതിനുശേഷം അയ്യോ അത്രയും റിയാക്ട് ചെയ്യരുതായിരുന്നു, അല്ലെങ്കിൽ അതുപോലെ ഞാൻ പ്രതികരിക്കരുതായിരുന്നു, അത്രയും വേണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ചിന്തിക്കും. പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും പാരൻസ് ഹാപ്പി ആയിട്ടുള്ളത് കണ്ടിട്ട് വേണം ഏതൊരു മക്കളും വളരാനായിട്ട്. കാരണം അവർക്ക് ആ ഒരു ടൈമിൽ മാത്രമല്ല, അവർ ചെറുപ്പത്തിലത്തെ ഓരോ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളും പാരൻസിൻ്റെയും അവരുടെ കൂടെയുള്ള ആരുടെയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ ഒരിക്കലും അവരുടെ മുന്നിൽ നിന്ന് നല്ല രീതിക്കല്ലാതെ ഒരു ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാനോ അങ്ങനെ ഒന്നും നിൽക്കാതിരിക്കുക. നമ്മുടെ തലമുറ നന്നായി വളരട്ടെ. അപ്പോൾ ഇന്നേക്ക് എത്രയുള്ളൂ. ബൈ.